അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് cosec theta divided by cosec theta minus 1. Prove that cosec theta divided by cosec theta minus 1 plus cosec theta divided by cosec theta plus 1 equal to 2 sec square theta. Okay, നമുക്ക് ഇതിലും LH side equal to RHS side ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് LH side കൺസിഡർ ചെയ്തു. LH side ഏതായിരുന്നു? cosec theta by cosec theta minus 1 plus cosec theta by cosec theta plus 1. അതാണ് നമ്മുടെ LH side. നമ്മൾ ഫസ്റ്റ് LH side എന്താ ചെയ്യാൻ പോകുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇതേ. അതായത് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും? cosec theta ഇൻറ്റു cosec theta plus 1. ഈ cosec theta minus 1 cosec theta plus 1 ഒക്കെ ബ്രാക്കറ്റ് ഇടുക ചെയ്താൽ മതി കേട്ടോ. അതായിരിക്കും നല്ലത്. കാരണം ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി എളുപ്പം അതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? cosec theta ഇൻറ്റു cosec theta plus 1 അല്ലെ cosec theta ഇൻറ്റു cosec theta plus 1 പ്ലസ് ഇതേ ഇൻറ്റു ഇത് കഴിഞ്ഞതിനടുത്ത് ഇതേ ഇൻറ്റു ഇത് എന്ത് വരും? cosec theta minus 1 into cosec theta divided by ഇതേ ഇൻറ്റു ഇത് cosec theta minus 1 into cosec theta plus 1. ഓക്കെ, എന്നിട്ട് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് അല്ലേ? ഈക്വൽ ടു ഇനി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ cosec theta plus 1 ഈ cosec theta plus 1 കോമൺ ആണ് ഈ കിടക്കുന്ന cosec theta എന്ന് വെച്ചാൽ cosec thetaയ്ക്കും അതുപോലെ ഈ 1 രണ്ടിനും ഈ cosec theta ബാധകമാണ്. അതുപോലെ ഈ cosec theta minus 1 രണ്ടിനും കോമൺ ആണ് ഈ cosec theta എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് വരും cosec theta into cosec theta cosec square theta. ഇനി cosec theta into plus 1 അല്ലേ? പ്ലസ് cosec theta into 1 എന്ത് വരും? cosec theta. ഇനി ഈ പ്ലസ് നോക്കിയാൽ cosec theta minus 1 into cosec theta ആണ്. ഈ cosec theta ഈ cosec theta എന്ത് വരും? cosec square theta. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് cosec square theta. ഇനി ഇവിടെ മൈനസ് 1 ആണ്. മൈനസ് 1 into cosec theta എന്താ? മൈനസ് cosec theta. ഇവിടെ മൈനസ് വന്നോണ്ടാണ് മൈനസ് 1 into cosec theta എന്ന് പറഞ്ഞാൽ മൈനസ് cosec theta ആണ്. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ നോക്കി ഇത് ഏത് ഫോർമുല കിടക്കുന്നത്? cosec theta minus 1 into cosec theta plus 1 എന്ന് വെച്ചാൽ a minus b into a plus b. ആ ഒരു ഫോർമുലയിലാണ് കിടക്കുന്നത്. a minus b into a plus b എന്ന് പറഞ്ഞാൽ എന്താ? a square minus b square അല്ലേ? a minus b into a plus b എന്ന് പറഞ്ഞാൽ a square minus b square. ആ ഫോർമുലയിൽ ഈ താഴത്തെ cosec theta minus 1 into cosec theta plus 1 കിടക്കുന്നത്. അപ്പോൾ എന്ത് വരും? a square minus b square അല്ലേ? എന്ത് വരും? cosec square theta minus 1 square അല്ലേ? a minus b into a plus b എന്താ? a square minus b square. നമുക്ക് a square minus b square 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ നമുക്കത് 1 എന്ന് തന്നെ പറഞ്ഞാൽ കൊടുത്താൽ മതി. ഇനി ഈക്വൽ ടു ഇവിടെ നോക്കി ഒരു പ്ലസ് cosec theta ഉണ്ട് ഒരു മൈനസ് cosec theta ഉണ്ട്. രണ്ടും കൂടി കട്ട് ചെയ്ത് പോകില്ല. ഒരു പ്ലസ് cosec theta ഉണ്ട് ഒരു മൈനസ് cosec theta ഉണ്ട്. രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിവിടെ നോക്കിയേ ഒരു cosec square theta പിന്നെയുള്ളത് ഒരു cosec square theta. cosec square theta plus cosec square theta എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു x plus x എന്ന് പറഞ്ഞാൽ എന്താ? 2x ആണ്. അതുപോലെ cosec theta plus cosec theta എന്ത് വരും? 2 cosec theta cosec square 2 cosec square theta എന്ന് പറഞ്ഞ് കിട്ടും. ഡിവൈഡഡ് ബൈ ഇനി cosec square theta minus 1. ഇവിടെ നോക്കി നമ്മൾ ഇക്വേഷൻ നമ്മുടെ ASTC റൂളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഇക്വേഷൻ പറഞ്ഞായിരുന്നു 1 plus cot square theta എന്ന് പറഞ്ഞാൽ എന്താ? cosec square theta എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു ASTC റൂളൊക്കെ പഠിച്ച സമയത്ത് ആ സമയത്തായിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻ എന്തായാലും പറഞ്ഞായിരുന്നു 1 plus cot square theta എന്ന് പറഞ്ഞാൽ എന്താ? cosec square theta ആണെന്ന് പറഞ്ഞായിരുന്നു. ഇത് നോക്കി നമ്മൾ ഈ 1 നമ്മൾ ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ബാക്കി എന്താ വരുള്ളൂ? cot square theta ഈക്വൽ ടു cosec square theta. ഈ 1 നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -1 എന്ന് പറഞ്ഞ് കിട്ടും. ഈ +1 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ബാക്കി cot square theta ആണ് ബാക്കിയുള്ളത്. ഈക്വൽ ടു cosec square theta
ഈ വണ്ണിന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു -1 എന്ന് പറഞ്ഞാൽ കിട്ടും. കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസീക് സ്ക്വയർ തീറ്റ -1 ആണെന്ന് കിട്ടിയില്ലേ. ഇനി നോക്കിയേ, ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റ -1 നമുക്ക് എന്ത് കൊടുക്കാം? കൊസീക് സ്ക്വയർ തീറ്റ -1ന് ഈ കോട്ട് സ്ക്വയർ തീറ്റ നമുക്ക് കൊടുത്തൂടെ? കാരണം 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റയാണ്, ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ കോട്ട് സ്ക്വയർ തീറ്റ നമ്മളിവിടെ നിർത്തി 1നെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽസിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെയുള്ള +1 അങ്ങോട്ട് പോകുമ്പോൾ ഇതാവും -1 ആയിരിക്കും. കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു തോന്നുന്നു കൊസീക് സ്ക്വയർ തീറ്റ -1 കിട്ടി. ഈ കൊസീക് സ്ക്വയർ തീറ്റ -1 നമ്മൾ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. കൊസീക് സ്ക്വയർ തീറ്റ നമ്മൾ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ സൈഡിൽ എഴുതിയിരുന്നുണ്ട് കേട്ടോ. ഇക്വേഷനാണ് സൈഡിൽ നിങ്ങൾ എഴുതിയിട്ട് പോണേ, അല്ലെങ്കിൽ എങ്ങനെ വന്നുള്ള ഡൗട്ട് വരും. ഇനി ഈക്വൽ ടു 2 കൊസീക് സ്ക്വയർ തീറ്റ. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാലാണ് എന്ത്? സോറി, നമുക്ക് കൊസീക് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/sin തീറ്റ ആണെന്ന് അറിയാലോ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ ആണെന്ന് നമുക്കറിയാം. ഇനി ഈ കൊസീക് അങ്ങനെ കൊസീക് സ്ക്വയർ തീറ്റ എന്ത് വരും? 1/sin സ്ക്വയർ തീറ്റ അല്ലേ? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ ആണ്. അപ്പം കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 1/sin സ്ക്വയർ തീറ്റ നമ്മൾ അപ്ലൈ ചെയ്യാണ്. 2 അതുപോലെ എഴുതി ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. കാരണം കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/sin തീറ്റ ആണ്. അപ്പം കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് എന്ത് വരും? 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി ഈ കോട്ട് സ്ക്വയർ തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോട്ട് തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു അല്ലെ? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കോട്ട് സ്ക്വയർ തീറ്റ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ അല്ലെ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് കൊടുക്കുക? കോട്ട് സ്ക്വയർ തീറ്റയ്ക്ക് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് എന്ത് കൊടുത്തു? 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. കോട്ട് സ്ക്വയർ തീറ്റയ്ക്ക് കൊസീക് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. നിങ്ങൾ ഇക്വേഷനൊക്കെ സൈഡിൽ എഴുതിയിട്ട് പോകണം കേട്ടോ. ഇനി ഈക്വൽ ടു എന്ത് വരും? 2 × 1/sin സ്ക്വയർ തീറ്റ. ന്യൂമറേറ്റർ അതുപോലെ ഇനി നോക്കി കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് ഇതിനനുസരിച്ച് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. വരില്ലേ? നമുക്ക് ഈ താഴെ കിടക്കുന്ന സ്ഥാനത്തെ തിരിച്ചിട്ട് ഗുണിക്കുക. നമ്മൾ പഠിച്ചിട്ടായിരുന്നു. അപ്പൊ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ആകുമല്ലേ? ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. 2 × sin സ്ക്വയർ തീറ്റ അതുപോലെ എഴുതി താഴത്തെ ടേമിൽ നമ്മളൊന്ന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കിട്ടി. ഇനി ഈ സൈൻ സ്ക്വയർ തീറ്റ കട്ട് ചെയ്ത് പോകും അല്ലെ? ബാക്കി എന്താ ഉള്ളത്? 2 × 1/cos സ്ക്വയർ തീറ്റ അല്ലെ? ഈ സൈൻ സ്ക്വയർ തീറ്റ കട്ട് ചെയ്ത് പോകും, ഈ സൈൻ സ്ക്വയർ തീറ്റയും കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് 2 × 1/cos സ്ക്വയർ തീറ്റ അതല്ലേ ബാക്കിയുള്ളത്. ഇനി ഈക്വൽ ടു 2 × നോക്കിയേ എന്താ 1/cos സ്ക്വയർ തീറ്റ വരുന്നത്? സീക് തീറ്റ എന്തായിരുന്നു? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/cos തീറ്റ അല്ലേ? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ ആണ്. അങ്ങനെയെങ്കിൽ സീക് സ്ക്വയർ തീറ്റ എന്ത് വരും? 1/cos സ്ക്വയർ തീറ്റ അല്ലേ വരിക? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ ആണ്. അപ്പം സീക് സ്ക്വയർ തീറ്റ എന്ത് വരും? 1/cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമ്മൾ ഈ 1/cos സ്ക്വയർ തീറ്റയ്ക്ക് ഈ സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. ഇനി നോക്കി നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? LHS ലാസ്റ്റ് കിട്ടേണ്ടത് 2 sec സ്ക്വയർ തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ എന്താ? 2 sec സ്ക്വയർ തീറ്റ എന്നല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ LHS സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ ഹോൾ ഡിവൈഡ് ബൈ ഇതേ ഇൻറ്റു ഇതേ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ടേമിലേക്ക് വരും. താഴത്തെ ടേം a + b × a - b എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. a + b × a - b എന്ന് പറഞ്ഞാൽ എന്താ? a² - b² ആണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്ത് cosec സ്ക്വയർ തീറ്റ - 1 എന്ന് പറഞ്ഞ് ഡിനോമിനേഷനെ എഴുതാൻ കഴിയും. ഈ ന്യൂമറേറ്റർ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ന്യൂമറേറ്റർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2 cosec സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഈ cosec സ്ക്വയർ തീറ്റ - 1 നമുക്ക് എങ്ങനെ എഴുതാം? മറ്റേ ഇക്വേഷൻ വെച്ച് 1 + cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? cosec സ്ക്വയർ തീറ്റയാണ്. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് cosec സ്ക്വയർ തീറ്റ - 1 എന്ത് കൊടുക്കാം? cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം.
ദെൻ കൊസീക് സ്ക്വയർ തീറ്റ നമുക്ക് 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. കോട്ട് സ്ക്വയർ തീറ്റയ്ക്ക് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ ഈ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. തീർച്ചയായിട്ടും ഗുണിക്കുമ്പോൾ എന്ത് വരും? സൈൻസ്. ബാക്കി 2 × സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ എഴുതി. ഈ താഴത്തെ ടേം എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ × കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു വരും. രണ്ടടുത്ത് നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് 2 × 1/cos സ്ക്വയർ തീറ്റയാണ്. 1/cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക് തീറ്റയാണ്. അപ്പം 1/cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കിട്ടും. നമുക്ക് എന്താ പ്രൂവ് ചെയ്തിട്ടും? 2 × സീക് സ്ക്വയർ തീറ്റ. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, എഴുതിയിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് sin theta by 1 plus cos theta. Prove that sin theta by 1 plus cos theta plus 1 plus cos theta by sin theta. 1 plus cos theta by sin theta equal to 2 cosec theta. 2 cosec theta. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു നോക്കി? ഫസ്റ്റ് നമ്മൾ LHS ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ എന്തായിരുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ എന്ത് വരും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ അല്ലെ? ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത്. അതായത് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് സ്റ്റേജ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 plus cos theta into 1 plus cos theta എന്ത് വരും? 1 plus cos theta into 1 plus cos theta നമുക്ക് 1 plus cos theta into 1 plus cos theta നമുക്ക് എങ്ങനെ എഴുതാം? 1 plus cos theta whole square എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? കാരണം ഇതെന്താ? a into a എന്ന് പറഞ്ഞാൽ എന്താ? a square അല്ലേ? a into a എന്ന് പറഞ്ഞാൽ a square ആണ്. അങ്ങനെയെങ്കിൽ 1 plus cos theta into 1 plus cos theta നമുക്ക് എങ്ങനെ എഴുതാം? 1 plus cos theta whole square എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ നമ്മൾ ഈ 1 plus cos theta into 1 plus cos theta നമുക്ക് എങ്ങനെ എഴുതാം? 1 plus cos theta whole square. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? സൈൻ ഇതേ ഇൻറ്റു ഇതല്ലേ? സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta അല്ലേ? നോക്കിയേ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ 1 plus cos theta ഇൻറ്റു 1 plus cos theta 1 plus cos theta whole square. സൈനിന് 1 plus cos theta ഇൻറ്റു സൈൻ തീറ്റ ആണ് ഡിനോമിനേറ്റർ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. ദെൻ നമുക്ക് 2 cosec theta ആണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിയേ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a plus b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? a plus b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 1 എന്നുള്ളത് എന്താക്കി എടുക്കുക? a ആയിട്ട് എടുക്കുക. cos theta എന്നുള്ളത് b ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും? a plus b ഹോൾ സ്ക്വയർ എന്തായിരുന്നു? a സ്ക്വയർ 1 സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2a എന്താണ്? 2ab പ്ലസ് b സ്ക്വയർ. നോക്കിയേ, a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാൽ cos theta ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ? 1 plus cos theta ഹോൾ സ്ക്വയറിനെ a plus b ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഡിവൈഡഡ് ബൈ ആ ടൈം സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അത് രണ്ടും അടുപ്പിച്ച് എഴുതി. സൈൻ സ്ക്വയർ തീറ്റ ഈ കോസ് സ്ക്വയർ തീറ്റ നമ്മൾ ഫസ്റ്റ് എഴുതി. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പിന്നെ എന്താ ഉള്ളത്? 1 പ്ലസ് ബാക്കി എന്തൊക്കെയാ ഉള്ളത്? 1 പ്ലസ് 2 കോസ് തീറ്റ അല്ലേ? ബാക്കി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് 2 ഇൻറ്റു 1 എന്താ? 2 തന്നെയാണ്. 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇത്രയും വരെ ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ് ഈ ഒരു സ്റ്റെപ്പ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ട് 1 plus cos theta ഹോൾ സ്ക്വയറിനെ a plus b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ അത് എഴുതി. കോസ് സ്ക്വയർ തീറ്റ നമ്മൾ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ള 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. 2 into 1 into cos theta എന്ന് പറഞ്ഞാൽ 2 cos theta ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഈക്വൽ ടു നോക്കിയേ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് 1 എന്ന് പറഞ്ഞു കൊടുത്തു. പ്ലസ്
ഇനി ഇവിടെയുള്ള ഈ 1 അതുപോലെ എഴുതി. ബാക്കി എന്താ ഉള്ളത്? 2 cos തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? sin തീറ്റ ഇൻറ്റു 1 പ്ലസ് cos തീറ്റ. ഈ ഒരു സ്റ്റെപ്പ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 1 എന്താ? 2 പ്ലസ് 2 cos തീറ്റ അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? sin തീറ്റ ഇൻറ്റു 1 പ്ലസ് cos തീറ്റ. ഈ 1 പ്ലസ് 1 ആഡ് ചെയ്തേ ഉള്ളൂ. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 അത് മാത്രമേ ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ ഇവിടെ ഉണ്ട് 2 പ്ലസ് 2 cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ ഇൻറ്റു 1 പ്ലസ് cos തീറ്റ അല്ലേ? ഞാൻ എടുത്തിരിക്കുന്നേ. ഇനി ഈക്വൽ ടു എന്ത് നോക്കിയേ? ന്യൂമറേറ്റർ നോക്കിയേ. 2 പ്ലസ് 2 cos തീറ്റ. രണ്ടിടത്തും ഒരു 2 കോമൺ അല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. രണ്ടിടത്തും 2 കോമൺ ആണ്. അപ്പൊ നമ്മൾ രണ്ടിടത്തും 2 കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടുന്ന് നമ്മൾ 2, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 into 2 എന്നുള്ള ഫോമിലല്ല കിടക്കുന്നത്. ഇവിടെ നമ്മൾ 2 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 ആണ് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? cos തീറ്റ. നോക്കിയേ വ്യത്യാസം വല്ലതും നോക്കിയേ. 2 into 1 2 പ്ലസ് 2 into cos തീറ്റ 2 cos തീറ്റ. വ്യത്യാസം ഒന്നുമില്ലല്ലോ. രണ്ടിടത്തും 2 കോമൺ ആയതുകൊണ്ട് നമ്മൾ 2 കോമൺ ആയി പുറത്തെടുത്തു. ബാക്കിയുള്ളത് 1 പ്ലസ് cos തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ sin തീറ്റ താഴത്തെ അതുപോലെ എഴുതി. sin തീറ്റ ഇൻറ്റു 1 പ്ലസ് cos തീറ്റ. ഇത് നോക്കിയേ വല്ലതും കട്ട് ചെയ്ത് കളയാനുണ്ടോ? ന്യൂമറേറ്ററിൽ ഒരു 1 പ്ലസ് cos തീറ്റ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 1 പ്ലസ് cos തീറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിടത്തുനിന്ന് 1 പ്ലസ് cos തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ഈക്വൽ ടു 2 ബൈ sin തീറ്റ അല്ലേ ഉള്ളത്? 1 പ്ലസ് cos തീറ്റ നമ്മൾ രണ്ടിടത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് 2 ബൈ sin തീറ്റ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 1 ബൈ sin തീറ്റ അതല്ലേ 2 ബൈ sin തീറ്റ എന്ന് പറഞ്ഞത്. ഇനി 1 ബൈ sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ cosec തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? cosec തീറ്റ ഈക്വൽ ടു 1 ബൈ sin തീറ്റ അല്ലേ? നമ്മൾ ഈ 1 ബൈ sin തീറ്റയ്ക്ക് cosec 2 അതുപോലെ എഴുതി. 1 ബൈ sin തീറ്റയ്ക്ക് എന്ത് കൊടുത്തു? cosec തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? sin തീറ്റ ബൈ 1 പ്ലസ് cos തീറ്റ പ്ലസ് 1 പ്ലസ് cos തീറ്റ ബൈ sin തീറ്റ എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 2 cosec തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് കിട്ടി? 2 cosec തീറ്റ എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്തത് രണ്ടിടത്തും 2 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ 2 കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി വരുന്നത് 1 പ്ലസ് cos തീറ്റ. രണ്ടിടത്തും 2 കോമൺ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് cos തീറ്റയാണ്. ന്യൂമറേറ്ററിൽ നിന്ന് 1 പ്ലസ് cos തീറ്റ കട്ട് ചെയ്തു, ഡിനോമിനേറ്ററിൽ നിന്ന് 1 പ്ലസ് cos തീറ്റ കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 2 ബൈ sin തീറ്റയാണ് ബാക്കിയുള്ളത്. 2 ബൈ sin തീറ്റ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ബൈ sin തീറ്റയാണ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? cosec തീറ്റ. പ്രൂവ് ചെയ്യേണ്ടത് 2 cosec തീറ്റ എന്നായിരുന്നു. ഓക്കെ, അത് എഴുതിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രൂവ് ദാറ്റ് sec സ്ക്വയർ എക്സ് ആയത് sec സ്ക്വയർ എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സ് ഈക്വൽ ടു sec സ്ക്വയർ എക്സ് ഇൻറ്റു cosec സ്ക്വയർ എക്സ്. ഇവിടെ പ്ലസും ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ, മൾട്ടിപ്ലിക്കേഷനും ആണ്. sec സ്ക്വയർ പ്ലസ് cosec സ്ക്വയർ എക്സ് ഈക്വൽ ടു sec സ്ക്വയർ എക്സ് ഇൻറ്റു cosec സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ LHS സൈഡ് കൺസിഡർ ചെയ്യാണ്. LHS സൈഡ് ഇനി നോക്കിയേ sec സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? sec സ്ക്വയർ എക്സിനെ നമുക്ക് 1 ബൈ cos സ്ക്വയർ എക്സിനെ എഴുതിക്കൂടെ? കാരണം sec എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ cos എക്സ് അല്ലേ? അപ്പം sec സ്ക്വയർ എക്സിനെ 1 ബൈ cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. പ്ലസ് cosec സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ sin സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് cos സ്ക്വയർ എക്സ് പ്ലസ് 1 ബൈ sin സ്ക്വയർ എക്സ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതല്ലേ ഇപ്പൊ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കിട്ടേണ്ടത് ഇതാണ് കിട്ടേണ്ടത്. നമുക്ക് ഇതിനെ ഫസ്റ്റിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്ത് ചെയ്യും? ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇതേ അങ്ങനെയല്ലേ? 1 ഇൻറ്റു sin സ്ക്വയർ എക്സ് എന്താ? sin സ്ക്വയർ എക്സ് ആണ്. ഇവിടെ പ്ലസ് വന്നു. ഇനി cos സ്ക്വയർ എക്സ് ഇൻറ്റു 1 എന്താ? cos സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇതേ വരും cos സ്ക്വയർ എക്സ് ഇൻറ്റു sin സ്ക്വയർ എക്സ് അല്ലേ? ഈക്വൽ ടു ഇത് നോക്കിയേ sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് എന്താ? sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ
1 ആണ്. 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് അല്ലേ. നമുക്ക് ഇതിനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എഴുതിക്കൂടെ. ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എഴുതിക്കൂടെ. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. നോക്കി ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും? 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇതിനെ നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്തേ ഉള്ളൂ. ഒന്ന് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊന്ന് സെപ്പറേറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് നോക്കി 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി നമ്മൾ സീക് സ്ക്വയർ എക്സിനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞല്ലേ കൊടുത്തത്. നോക്കി 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക് സ്ക്വയർ എക്സ് ആണ്. ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്താ? കൊസീക് സ്ക്വയർ എക്സ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സീക് സ്ക്വയർ എക്സ് ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സീക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക് സ്ക്വയർ എക്സ് കൺസിഡർ ചെയ്തു. സീക് സ്ക്വയർ എക്സിന് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. പ്ലസ് കൊസീക് സ്ക്വയർ എക്സിന് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ന്യൂമറേറ്റർ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്ത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് ആണ്. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എക്സ് ആണ്. എഴുതിട്ടോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് cot a minus 1 whole square plus cot a plus 1 whole square equal to 2 cosec square a. 2 cosec square a. Okay, first നമ്മൾ left side കൺസിഡർ ചെയ്യാണ്. left side എന്ന് പറയുന്നത് cot a minus whole square plus cot a plus 1 whole square. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാണ്. നോക്കി ഇത് a minus b whole square എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. എന്താ a minus b whole square? a minus b whole square എന്നാൽ a square minus 2ab plus b square അതല്ലേ. a minus b whole square എന്നാൽ a square minus 2ab plus b square. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? cot a ആണ്. b എന്ന് പറഞ്ഞാൽ 1 ആണ്. നോക്കി എന്ത് വരും? a minus b whole square എന്ന് വരും a square എന്താ? cot square a minus 2ab അല്ലേ. 2 a എന്ന് പറഞ്ഞാൽ എന്താ? cot a into b എന്ന് പറഞ്ഞാൽ 1 plus b square അല്ലേ. b square എന്ന് പറഞ്ഞാൽ എന്താ? b 1 അല്ലേ. b square 1 square അല്ലേ. ഫസ്റ്റ് ടേമിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താണ്. cot a minus 1 whole square നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ് a minus b whole square വെച്ചിട്ട്. ഇനി സെക്കൻഡ് ടൈം എങ്ങനെ കിടക്കുന്നത്? cot a plus 1 whole square എന്ന് വെച്ചാൽ a plus b whole square എന്നുള്ള ഫോമിലല്ലേ സെക്കൻഡ് ടൈം കിടക്കുന്നത്. എന്താ? a plus b whole square എന്താ? a square plus 2ab plus b square അല്ലേ. a minus b whole square എക്സ്പാൻഡ് ചെയ്തു. ഇനി a plus b whole square എന്ത് വരും? പ്ലസ്. ഈ പ്ലസ് ആണ് കിടക്കുന്നത്. cot a plus 1 whole square. cot a എന്ന് പറഞ്ഞാൽ cot a എടുക്കുക. b എന്ന് പറഞ്ഞാൽ 1 കൊടുക്കുക. അപ്പം a plus b whole square എന്താ? a square cot square a plus 2ab 2 into cot a into 1b plus b square. ഇതിനെ ഫസ്റ്റ് ടൈം a minus b whole square a square minus 2ab plus b square. അടുത്തത് a plus b whole square ആണ്. a square plus 2ab plus b square. Okay. Equal to ഇവിടെ നോക്കിയേ ഒരു മൈനസ് 2 cot a into 1 ഉണ്ട്. ഒരു പ്ലസ് 2 cot a into 1 ഉണ്ട്. രണ്ടും കൂടി കട്ടായി പോവില്ലേ? ഇതും കട്ട് ചെയ്ത് പോകും, ഇതും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്? ഇനി ഇവിടെ ഒരു cot square a ഉണ്ട്, ഇവിടെ ഒരു cot square a ഉണ്ട്. അപ്പോൾ cot square a plus cot square a എന്ന് വരും 2 cot square a അല്ലേ. പിന്നെ ഉള്ള എന്താ? ഇത് രണ്ടും പോയി. ബാക്കിയുള്ളത് ഇനി 1 square ഉണ്ട്, 1 square ഉണ്ട്. 1 square എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 plus 1 എന്ത് വരും? 2. ക്ലിയർ ആണോ? നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ ഒരു മൈനസ് cot a into 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് cot a into 1 ഉണ്ട്. രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും.
പിന്നെ ഉള്ളത് ഒരു കോട്ട് സ്ക്വയർ എ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് കോട്ട് സ്ക്വയർ എ ഉണ്ട്. കോട്ട് സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ 2 കോട്ട് സ്ക്വയർ എ വരും. ഇനി ഇവിടെ ഒരു 1 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 1 സ്ക്വയർ ഉണ്ട്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ടത് ഇവിടെ രണ്ടിടത്തും 2 കോമൺ ആയിട്ടില്ല. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. രണ്ടിടത്തും 2 കോമൺ ആയി പുറത്തുണ്ട്. ഇവിടുന്ന് 2 കോമൺ ആയി പുറത്ത് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? കോട്ട് സ്ക്വയർ എ ആണുള്ളത്. ഇവിടുന്ന് നമ്മൾ 2 പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. നോക്കിയേ, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കിയേ, 2 ഇൻറ്റു കോട്ട് സ്ക്വയർ എ, 2 കോട്ട് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു 1, 2. വ്യത്യാസമൊന്നുമില്ലല്ലോ. ഈക്വൽ ടു 2 അതുപോലെ എഴുതി. ഇനി കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനുണ്ട്. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കൊസീക് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റയാണ്. ഇതിൽ ഇക്വേഷനിലുണ്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ കോട്ട് സ്ക്വയർ എ പ്ലസ് 1 എന്ത് വരും? കൊസീക് സ്ക്വയർ എ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 2 കൊസീക് സ്ക്വയർ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? കിട്ടിയില്ലേ? ഈ കോട്ട് സ്ക്വയർ എ പ്ലസ് 1 നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വേഷൻ കൊടുത്ത് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അത് എഴുതിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് 1 plus sin a by cos a equal to, prove that 1 plus sin a by cos a equal to cos a by 1 minus sin a. 1 plus sin a by cos a equal to cos a by 1 minus sin a. എഴുതിയോ? നമ്മൾ ഫസ്റ്റ് എൽ എസ് സൈഡ് കൺസിഡർ ചെയ്യാണ്. എൽ എസ് സൈഡ് കൺസിഡർ ചെയ്തു. എൽ എസ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 plus sin a by cos a. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? കോസ് എ ബൈ 1 മൈനസ് സൈൻ എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ടേമിന്റെ കൂടെ 1 പ്ലസ് എൽ സൈഡിന്റെ കൂടെ ഒരു 1 മൈനസ് സൈൻ എ എടുത്ത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. 1 മൈനസ് സൈൻ എ എടുത്ത് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. വ്യത്യാസമൊന്നുമില്ലല്ലോ. ഒരു 1 മൈനസ് സൈൻ എടുത്ത് ഇത് രണ്ടും കട്ടായി പോയി. ഇതെന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 മൈനസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. ഒരു 1 മൈനസ് സൈൻ എടുത്ത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 മൈനസ് സൈൻ എടുത്ത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇത് നോക്കിയാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇന്ന് വരുന്നത്. എന്ത് വരും? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇത് ഫോമിലാണ് കിടക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാ പറഞ്ഞത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അല്ല, അപ്പൊ എന്ത് വരും? 1 square minus sin square a divided by cos a into 1 minus sin a. അതുപോലെ എഴുതി. ഇത് നമ്മൾ ന്യൂമറേറ്റർ നോക്കിയാൽ മതി. 1 plus sin a into 1 minus sin a ആണ്. a plus b into a minus b. a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square. ആ ഫോമിലേക്ക് നമ്മൾ a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാൽ sin a ആണ്. a square minus b square എന്നാണ് ഫോമിലേക്ക് എഴുതി. ഇനി a square എന്ന് പറഞ്ഞാൽ എന്താ? സോറി, 1 square എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. 1 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇനി അവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്തായിരുന്നു? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലായിരുന്നോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ഈ കോസ് സ്ക്വയറിനെ ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 1നെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? സൈൻ സ്ക്വയർ എ ഈ പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -1 വരും. ഈക്വൽ ടു അല്ല, തിരിച്ചു കൊണ്ടുപോകാം. ഇവിടെ ഇക്വേഷൻ ആയിരുന്നു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലായിരുന്നോ? നമ്മള് ഈ സൈൻ സ്ക്വയർ നമ്മൾ ഈക്വൽ ടുന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ കോസ് സ്ക്വയർ മാത്രം നിൽക്കും. ഈക്വൽ ടു 1. ഈ പ്ലസ് സൈൻ സ്ക്വയറിന് അങ്ങോട്ടും എന്ത് വരും? മൈനസ് സൈൻ സ്ക്വയർ വരില്ലേ? നമ്മുടെ ഇക്വേഷൻ ആണ് ഇത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണെന്നുള്ളത് നമ്മുടെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൈൻ സ്ക്വയർ എനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടുന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? ഇവിടെയുള്ള പ്ലസ് സൈൻ സ്ക്വയർ എന്താ? അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ ആക്കി. നോക്കിയോ, 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ അല്ലേ? അപ്പൊ ഈ കിടക്കുന്ന 1 മൈനസ് സൈൻ സ്ക്വയറിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം?
cos square a എന്ന് പറഞ്ഞ് കൊടുക്കാം. Cos square a divided by cos a into 1 minus sin a. അല്ലേ? Equal to ഇനി cos square എന്ന് പറഞ്ഞാൽ എന്താ? cos square എന്ന് പറഞ്ഞാൽ cos a into cos a അല്ലേ? ഈ cos square എന്ന് പറഞ്ഞാൽ cos a into cos a ആണല്ലോ, divided by cos a into താഴത്തേക്ക് അതുപോലെ എഴുതി 1 minus sin a. നോക്കി, ഇവിടെ cos a ഉണ്ട്, ഇവിടെ cos a ഉണ്ട്. രണ്ടിടത്ത് നമ്മൾ cos a കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ന്യൂമറേറ്ററിൽ ഒരു cos a ഉണ്ട്, ഡിനോമിനേറ്റർ എന്താ ഉള്ളത്? 1 minus sin a ഉണ്ട്. നമുക്ക് അതിനെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് cos a by 1 minus sin a അല്ലേ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? 1 plus sin a by cos a ആണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിന്റെ കൂടെ നമ്മൾ ചെയ്യാം, നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ ഒരു 1 minus sin a എടുത്ത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. a plus b into a minus b എന്നുള്ള ഫോർമുല കിടക്കുന്നത്. a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square. താഴത്തെ ടൈം അതുപോലെ എഴുതി. ഇനി 1 minus sin square എന്ന് പറഞ്ഞാൽ cos square ആണ്, കാരണം sin square theta plus cos square theta എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? 1 minus sin square എന്ന് പറഞ്ഞാൽ cos square ആണ്. താഴത്തെ ടൈം ഒക്കെ അതുപോലെ എഴുതി. ഇനി cos square എന്ന് പറഞ്ഞാൽ എന്താ? cos a into cos a ആണ്. ന്യൂമറേറ്ററിന് താഴെ ഡിനോമിനേറ്ററിന് രണ്ടിടത്തുനിന്ന് cos a കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് cos a by 1 minus sin a. നമുക്ക് അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എഴുതിട്ടോ.